കളിമികവും പന്തടക്കവും എവിടെയും ചോർന്നു പോയിട്ടില്ല. ഒത്തിണങ്ങിയാൽ കാനറികൾ തീ പോലെ പടരും. കുഞ്ഞയുടെ ഇരട്ടപ്രഹരവും വിനീഷ്യസിന്റെ ക്ലാസ് ഫിനിഷിങ്ങും ബ്രസീലിയൻ ആരാധകരെ കനക കിരീട സ്വപ്നത്തിലേക്ക് നയിക്കുകയാണ്. ഹെയ്ത്തിക്കെതിരെ വിജയിക്കുക എന്നത് ബ്രസീലിന് നിസ്സാരമായിരുന്നു. പരിശീലകൻ കാർലോ അഞ്ചലോട്ടി 4-4-2 എന്ന ഫോർമേഷനിലാണ് തന്റെ കളിക്കാരെ കളത്തിലിറക്കിയത്. ഗോൾബാറിന് കീഴിൽ നിതാന്ത ജാഗ്രതയിൽ വിശ്വസ്തനായ അലീസൺ ബക്കർ, പ്രതിരോധക്കോട്ട പണിയാൻ മനുഷ്യമതിൽ തീർക്കുന്ന മാർക്കിനോസും ഗബ്രിയേൽ മഗല്ലസും ഡാനിലോയും സാന്റോസും എന്നിവരായിരുന്നു. മധ്യനിര അടക്കി ഭരിക്കാൻ കസമേറോയും ബ്രൂണോ ഗുയ്മറസും ലൂക്കാസ് പക്കേറ്റയും റാഫിനെയും, ആക്രമണ നിരയിൽ വിനീഷ്യസ് ജൂനിയറും മാത്യൂസ് കുഞ്ഞയും. മത്സരത്തിന്റെ തുടക്കം മുതൽ ആക്രമണവും പന്തടക്കവും കൊണ്ട് ബ്രസീൽ കളം നിറഞ്ഞു കളിച്ചു. മധ്യനിരയിൽ കളിമെനഞ്ഞും വിങ്ങുകളിലൂടെ ആക്രമിച്ചും ഹെയ്ത്തിയുടെ പ്രതിരോധക്കോട്ട പ്രകമ്പനം കൊള്ളിച്ചു. മത്സരം തുടങ്ങി 20 മിനിറ്റ് വരെ ഗോൾമുഖത്ത് പ്രതിരോധക്കോട്ട തീർക്കുകയായിരുന്നു ഹെയ്ത്തി. ബ്രസീലിന്റെ ആക്രമണങ്ങളെ ഭയന്ന ഹെയ്ത്തി സർവശക്തിയോടെ തങ്ങളുടെ പ്രതിരോധത്തിലേക്ക് ചുരുങ്ങുകയായിരുന്നു. മധ്യനിരയിൽ നിന്നുള്ള ചടുല നീക്കങ്ങളും വിങ്ങുകളിലൂടെയുള്ള ആക്രമണങ്ങളും ലക്ഷ്യത്തിലെത്തിക്കും മുമ്പ് ഹെയ്ത്തിയുടെ പ്രതിരോധ മതിലിൽ തട്ടിത്തകർന്നു. ഗോളടിക്കാനുള്ള ബ്രസീലിന്റെ പ്രതികാരദാഹവും ഗോൾ വഴങ്ങാതിരിക്കാനുള്ള ഹെയ്ത്തിയുടെ പോരാട്ടവീര്യവുമാണ് ആദ്യ 20 മിനിറ്റിൽ കളിയാരാധകർക്ക് കാണാനായത്. മത്സരം അതിൻ്റെ 22-ാം മിനിറ്റിൽ എത്തി നിൽക്കുമ്പോൾ ആരാധകരെ ആവേശം കൊള്ളിച്ചുകൊണ്ട് മാത്യൂസ് കുഞ്ഞ ഗോൾ നേടുന്നത്. ഹെയ്ത്തിയുടെ പ്രതിരോധ നിര തകർത്തുകൊണ്ട് വിനീഷ്യസ് എടുത്ത ഷോട്ട് ഹെയ്ത്തി ഗോൾ കീപ്പർ തട്ടിയകറ്റിയ ബോൾ കുഞ്ഞയുടെ കാലിലേക്ക്. മാത്യൂസ് കുഞ്ഞയിലൂടെ ബ്രസീൽ ആദ്യ ഗോൾ നേടുകയാണ്. പിന്നീട് മത്സരത്തിൻ്റെ 35-ാം മിനിറ്റിൽ ഹെയ്ത്തി താരത്തിൻ്റെ പിഴവ് മുതലെടുത്ത വിനീഷ്യസ് പന്തുമായി ഹെയ്ത്തി ഗോൾ മുഖം ലക്ഷ്യമാക്കി കുതിക്കുകയാണ്. ആക്രമണത്തിൽ വിനി മാത്യൂസ് കുഞ്ഞയെ കണ്ടെത്തുന്നുണ്ട്. വിനിയുടെയും മാത്യൂസ് കുഞ്ഞയുടെയും ആക്രമണത്തിന് തടയിടാൻ ഹെയ്ത്തിയുടെ 3 പ്രതിരോധ നിരക്കാർ ഉണ്ടായിരുന്നു. പക്ഷേ ഹെയ്ത്തിയുടെ പ്രതിരോധത്തെ കീറിമുറിച്ചുകൊണ്ട് പന്ത് വിനിയിൽ നിന്നും മാത്യൂസ് കുഞ്ഞയിലേക്ക്. കുഞ്ഞ ഹെയ്ത്തി ഗോൾ വലയിൽ ഇടത് കാൽ കൊണ്ട് പ്രഹരമേൽപ്പിക്കുകയായിരുന്നു. കാനറികൾ 2 ഗോളുകൾക്ക് മുന്നിട്ട് നിൽക്കുന്നു. മത്സരം അതിൻ്റെ 38-ാം മിനിറ്റിൽ എത്തി നിൽക്കുന്നു. വലതുവിങ്ങിൽ ആക്രമണങ്ങൾക്ക് മൂർച്ച കൂട്ടുന്ന റാഫിനക്ക് പരിക്ക് കാരണം പിൻവലിക്കുന്നു. പകരം ബേൺമൗത്തിന്റെ റയാനെ ആഞ്ചലോട്ടി കളത്തിലിറക്കുന്നു. ആദ്യ പകുതി അവസാനത്തിലേക്ക്. ബ്രസീൽ ഹാഫിൽ ലൂക്കാസ് പക്കേറ്റയുടെ കാലിലാണ് പന്ത്. പക്കേറ്റയിൽ നിന്നും വിനിയിലേക്ക് ഒരു നീളൻ പാസ്. പന്തിന്റെ വേഗത മനസ്സിലാക്കി മുന്നോട്ടോടിക്കയറിയ വിനി പന്തിനെ തന്റെ വരുതിയിലാക്കി. ബോക്സിൽ കയറിയ വിനി ഗോൾ കീപ്പറെ നിഷ്പ്രഭമാക്കി പന്ത് ഗോൾ വലയിലാക്കുകയാണ്. ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ബ്രസീൽ 3 ഗോളുകൾക്ക് മുന്നിട്ട് നിൽക്കുകയാണ്. മൊറോക്കോക്കെതിരെയുള്ള മത്സരത്തിലെ തെറ്റുകൾ തിരുത്തിയാണ് ബ്രസീലിയൻ താരങ്ങൾ കളത്തിലിറങ്ങിയത്. ആദ്യ മത്സരത്തിൽ നിരാശപ്പെടുത്തിയ മുന്നേറ്റ നിര കൃത്യമായ നീക്കങ്ങളിലൂടെ ഹെയ്ത്തിക്കെതിരെ തങ്ങളുടെ താളം വീണ്ടെടുക്കുന്ന കാഴ്ചയാണ് ഫിലാഡൽഫിയയിൽ കാണാനായത്. മത്സരത്തിൻ്റെ 55-ാം മിനിറ്റിൽ വിനിക്ക് നല്ലൊരു അവസരം ലഭിച്ചെങ്കിലും ലക്ഷ്യം കാണാനായില്ല. തുടർന്ന് ഹെയ്ത്തി ആക്രമണം നടത്തിയെങ്കിലും അത് ഫിനിഷ് ചെയ്യാൻ അവരുടെ മുന്നേറ്റ നിരക്ക് സാധിച്ചില്ല. പിന്നീട് കോർണർ കിക്കിലൂടെ ഹെയ്ത്തിക്ക് അവസരം ലഭിച്ചെങ്കിലും അലീസൺ ബക്കർ കൈപ്പിടിയിലാക്കി. മത്സരം അതിൻ്റെ 68-ാം മിനിറ്റിലെത്തി നിൽക്കുമ്പോൾ വിനിയിൽ നിന്നും ഒരു ബാക്ക് ഹീൽ മാർട്ടിനെല്ലിയിലേക്ക്. മാർട്ടിനെല്ലിയിൽ നിന്നും സ്കഡ് മിസൈൽ പോലൊരു ഷോട്ട് ഹെയ്ത്തിയുടെ ഗോൾ ബാറിൽ തട്ടി പുറത്തേക്ക് പോവുകയായിരുന്നു. പിന്നീട് 78-ാം മിനിറ്റിൽ എൻറിക് ബോൾ ഗോൾ ലൈൻ കടത്തിയെങ്കിലും റഫറി ഓഫ് സൈഡ് വിധിക്കുകയായിരുന്നു. മഞ്ഞയണിഞ്ഞ ഗാലറിയെ സാക്ഷിയാക്കി റഫറി അവസാന വിസിൽ നാദം മുഴക്കുകയാണ്. 2026 ഫിഫ ലോകകപ്പിൽ ബ്രസീൽ ആദ്യ വിജയം സ്വന്തമാക്കുകയാണ്.